ഹായ്, ഇന്ന് ഞാൻ ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൈനാപ്പിൾ ജിഞ്ചർ ഷോട്ട്. ഇത് പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്ന അതേ ടൈമേ എടുക്കുള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പൈനാപ്പിൾ 1 കപ്പ്, ഇഞ്ചി 2 ഇഞ്ച് പീസ്, ചെറുനാരങ്ങ 1 പഞ്ചസാര 1/2 കപ്പ്, വെള്ളം 1 കപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ കറുത്ത റൗണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അകത്ത് ആ കാമ്പ് ഭാഗവും വേണ്ട, ബാക്കിയുള്ളത് മുറിച്ചെടുക്കുക. ഇനി അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ കിട്ടുന്ന വലിയ ടൈപ്പിലുള്ള ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ജിഞ്ചർ ആണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും, അപ്പോൾ നിങ്ങൾ 1 ഇഞ്ച് പീസ് ഇട്ടാലും മതിയാവും. ഇനി 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് അരച്ചെടുക്കുക. നമ്മൾ ഈ ജ്യൂസ് അരിച്ചെടുക്കില്ല, അതുകൊണ്ട് നല്ല പോലെ അരഞ്ഞു വരണം. അപ്പോൾ ഒരു 5 മിനിറ്റ് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പത പോലെ മുകളിൽ പൊങ്ങി വരും. ഇപ്പം ഞാൻ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ നല്ല യെല്ലോ കളറും മുകളിൽ ഒരു ലൈറ്റ് വൈറ്റും യെല്ലോയ്ക്ക് കൂടിയ കളറും കൂടെയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Hi friends, thanks for watching. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.